റോയ് ചായ, ഷാജൻ സ്കറിയ എന്ന് പറയുന്ന മറുനാടൻ മലയാളി എഡിറ്ററിനോട് പലർക്കും എതിർപ്പുണ്ടാകാം. എന്നിരുന്നാലും ഒരു മാധ്യമപ്രവർത്തകനെ തെരുവിലിട്ട് കൈകാര്യം ചെയ്ത് പക തീർക്കുന്നത് ജനാധിപത്യ കേരളത്തിൽ നല്ലതാണോ? നമ്മുടെ ജനാധിപത്യത്തിനകത്ത് ആൾക്കാർക്ക് യോജിക്കാനും വിയോജിക്കാനുമുള്ള അവകാശമുണ്ട്. അതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്. നമ്മുടെ ജനാധിപത്യം കഴിഞ്ഞ 75 വർഷമായിട്ട് നിലനിൽക്കുന്നതിന് കാര്യമില്ല. പക്ഷേ CPM അധികാരത്തിലുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടുവരുന്നത് എതിരഭിപ്രായങ്ങളെ മുളയിലെ നുള്ളിക്കളയുക, അതിനെ റോഡ് റോളർ കയറ്റി കുന്നുകളയുന്ന ഒരു പ്രവണതയാണ് ലോകം മുഴുവൻ നമ്മൾ കണ്ടത്. ഏറ്റവും വലിയ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാനായിരുന്ന TP ശ്രീനിവാസനെ SFIക്കാരായ വിദ്യാർത്ഥികൾ കോവളത്ത് വെച്ച് അടിച്ച് താഴെയിട്ടു. എന്താണ് അദ്ദേഹം അതിനെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ വരണമെന്നുള്ള അഭിപ്രായത്തെ പിന്തുണച്ചു എന്ന് പറഞ്ഞാണ്. അങ്ങനൊരു ചർച്ച നടക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അതേ സർക്കാർ ഇപ്പോൾ ഭരിക്കുമ്പോൾ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവരാൻ വേണ്ടി നമ്പർ 1. ഇതുപോലെ തന്നെ ADB വായ്പ എടുക്കുന്നതിന് എതിരായിട്ടുമുണ്ട്. അതിൻ്റെ ADB ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ അവരുടെ ദേഹത്ത് കരിയോയിലൊഴിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്തു. കമ്പ്യൂട്ടർ നടപ്പാക്കിയ സമയത്ത്, പ്രീ ഡിഗ്രി ബോർഡ് വന്ന സമയത്ത് കേരളത്തിലെ വ്യാപകമായ തോതിൽ കുട്ടികളുടെ ഉത്തരക്കടലാസും ചോദ്യപേപ്പറും ഒക്കെ തന്നെ നശിപ്പിക്കുകയും പിടിപ്പിക്കുകയും ഒക്കെ ചെയ്ത് വലിയ തോതിൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുക. ഏറ്റവും ഒടുവിൽ നമ്മുടെ മുമ്പുള്ള ഏറ്റവും വലിയ ഇതാണല്ലോ TP ചന്ദ്രശേഖരൻ്റെ മരണം തന്നെ. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPMനകത്ത് ചില പരിവർത്തനങ്ങൾ വേണമെന്നും പാർട്ടി നടപ്പാക്കിയ നിലപാടുകളോട് വിയോജിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ വെട്ടിക്കൊന്നത്. നമ്മുടെ മുമ്പുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ചൈനയിൽ വിദ്യാർത്ഥികൾ 90കളിൽ നടത്തിയ ടിയാനൻമെൻ സ്ക്വയറിൽ നടത്തിയ പ്രതിഷേധം. അവിടെ കൂടുതൽ ജനാധിപത്യ അവകാശങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചെറുപ്പക്കാർ നടത്തിയ സമരത്തെ പട്ടാളം ടാങ്കർ കയറ്റി കൊന്നു കൊടുക്കുകയായിരുന്നു. എത്ര പിള്ളേർ മരിച്ചിട്ടുണ്ടെന്ന് പോലും അതിന് കണക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ കമ്മ്യൂണിസത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ ആൾക്കാർ പറയുന്നത് അവരുടെ വിയോജിപ്പുകളെ അവർ ചവിട്ടി ഒതുക്കുന്നതിൻ്റെ ഉദാഹരണം. നമ്മുടെ നാട്ടിൽ തന്നെ ഈ CPM ഭരിച്ച കാലങ്ങളിലും ഭരിക്കാത്ത സമയങ്ങളിലും ഒക്കെ തന്നെ എതിരഭിപ്രായം പറയുന്നവരെ ഏതൊക്കെ തരത്തിലാണ് അടിച്ചൊതുക്കുക, കായികമായി നേരിടുക. ഇതൊരു പുതിയ പ്രതിഭാസമല്ല. ഇത് വർഷങ്ങളായിട്ട് ഇവർ വെച്ച് നടത്തുകയും ജനാധിപത്യത്തിനകത്ത് പ്രതിഷേധിക്കാനുള്ള അവകാശം വേണമെന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്നവരാണ് ഇന്ത്യയിലെ ഇടതുപക്ഷക്കാർ. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പ്രതിഷേധിക്കും, പക്ഷേ ഭരണപക്ഷത്ത് വരുമ്പോൾ അത് നടപ്പിലാക്കുകയും ചെയ്യും. അപ്പോൾ ഒരേ സമയം തന്നെ നിങ്ങൾ ജനാധിപത്യത്തിനകത്ത് എതിരഭിപ്രായങ്ങൾ പറയാനും അത് പ്രയോഗത്തിൽ വരുത്താനും ഒക്കെ പറയണമെന്ന് ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്ന പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. ആ പാർട്ടിക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു വാർത്ത വന്നു എന്നതിൻ്റെ പേരിൽ, വാർത്ത പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ നിയമപരമായ മാർഗ്ഗങ്ങൾ തേടാം. അപകീർത്തികരമായതാണെങ്കിൽ അത് തേടാം. അതല്ലാതെ തല്ലി തീർക്കുക എന്ന് പറയുന്നതിനോട് ഒരു തരത്തിൽ യോജിക്കാൻ ജനാധിപത്യത്തിനകത്ത് എല്ലാവർക്കും എതിരഭിപ്രായങ്ങൾ പറയാം. അത് ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ, അശ്ലീലമാണെങ്കിൽ അതിനെല്ലാം നിയമമാർഗ്ഗങ്ങളുണ്ട്. അതിന് പകരം ഇത്തരത്തിൽ കായികമായി തല്ലി തീർക്കുക, കൊല്ലുക, ഇതൊക്കെ തന്നെ പറയുന്നതിന് നിങ്ങൾ എങ്ങനെയാണ് എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? എന്നിട്ട് പറയുകയാണ് അപ്പുറത്ത് കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ മാധ്യമങ്ങൾക്കെതിരെയുള്ള നിലപാടുകളിൽ പ്രതിഷേധിക്കുകയും അവർക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്യുന്നൊരു പാർട്ടിയാണ് CPM. അതായത് ഈ അടുത്ത കാലത്ത് സിദ്ധാർത്ഥ വരദരാജനും കരൺ താപ്പറിനും എതിരായിട്ട് ആസാം സർക്കാർ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയപ്പം ഇവിടെ പ്രതിഷേധവും ഇവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അതിനെതിരെ വലിയ ബഹളം ഉണ്ടാക്കിയതാണ്. ഇതേ BJP സർക്കാർ കാണിക്കുന്നത് തെറ്റും ഇവിടുത്തെ ഭരിക്കുന്ന പാർട്ടി കാണിക്കുന്നത് ശരിയുമാകുന്നത് എങ്ങനെയാണ്? അപ്പം ഷാജൻ സ്കറിയയുടെ നിലപാടുകളോട് യോജിപ്പുള്ളവരും വിയോജിപ്പുള്ളവരും ഉണ്ട്. നിങ്ങൾക്ക് വിയോജിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. നിങ്ങൾ അതേസമയം തന്നെ അതിനെതിരായിട്ട് നിങ്ങൾ സ്വീകരിക്കേണ്ട നടപടിയുണ്ട്. ഷാജൻ്റെ ജേർണലിസത്തോട് ആർക്കാണ് യോജിപ്പുള്ളവർ കാണും, യോജിപ്പില്ലാത്തവർ കാണും. നമ്മളതിനെ യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. പക്ഷേ അത് നിങ്ങളെങ്ങനെയാണ് ഒരു വ്യക്തിയെ നിങ്ങൾ കായികമായി നേരിട്ടുകൊണ്ടാണോ നിങ്ങൾ അതിനുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കുക? അതൊരിക്കലും ഒരു ജനാധിപത്യമോ ഉത്തമ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടോ അതിനെ അംഗീകരിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അതിനെ ന്യായീകരിക്കുന്ന ഒരു സംഘം CPMകാരും അവരെ അനുകൂലിക്കുന്ന ഒരു സംഘം മാധ്യമപ്രവർത്തകരുണ്ട്. ഇതൊന്നും ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് ഇത് തനി ഗുണ്ടായിസം തന്നെയാണ്. ഇതാണ് നമ്മൾ ബംഗാളിലും മറ്റും കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ തനിയാവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഈ ഷാജൻ സ്കറിയയ്ക്കെതിരെ ഉണ്ടായ ഒരുപാട് പോലീസ് കേസുകൾ, നിയമ നടപടികളെല്ലാം നടന്നതാണ്. ഇതിലെല്ലാം കോടതിയിൽ പോവുകയും ജാമ്യം എടുക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഈ നിയമപരമായി ഈ മാധ്യമപ്രവർത്തകനെ നേരിടുക എന്നുള്ളത് നടക്കാത്തത് കൊണ്ടാണ് അടുത്ത സ്റ്റെപ്പാണോ കായികമായി നേരിടുക? അല്ല, അതല്ലേ കരുതേണ്ടത്. അയാൾക്കെതിരെ 100-150 കേസുകൾ സുപ്രീം കോടതിയിൽ നിന്നാണ് ജാമ്യം വാങ്ങിച്ച് നിൽക്കുന്നത്. നിങ്ങൾക്ക് അയാളോടുള്ള വിയോജിപ്പുകളെ നിങ്ങൾ നിയമപരമായി നേരിടുന്നതിനകത്ത് ഒരു തെറ്റുമില്ല.
അതിനുള്ള അവകാശം നമുക്ക് ഭരണഘടന, അതിന് സാധനം പേടിച്ചല്ല ആൾക്കാർ ചെയ്യുന്നത്, അതിനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആരാണ് കായികമായി നേരിടാനുള്ള അവകാശം തന്നത്? അത് കായികമായി നേരിടുന്നതിനെ നിങ്ങൾ അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കരൺ താപ്പറിനെതിരെ, പിന്നെ സിദ്ധാർത്ഥ വരദരാജനെതിരെ, അനേകം മാധ്യമപ്രവർത്തകർക്കെതിരെ കേന്ദ്ര സർക്കാർ കേസെടുക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇവിടെ പുകിലുണ്ടാക്കുന്നത്? അല്ലെങ്കിൽ സാംസ്കാരിക നായകന്മാർക്ക് എതിരെ കേസെടുക്കുമ്പോൾ എന്തിനാണ് ഇവിടെ? പുസ്തകം എഴുതാനുള്ള അവകാശത്തിന്, ഭക്ഷണം കഴിക്കാനുള്ള ആൾക്കാരുടെ അവകാശത്തിനെതിരെ പിന്നെ കേന്ദ്രം ഭരിക്കുന്നവരും അവരെ പിന്തുണയ്ക്കുന്നവരും എടുക്കുന്നുണ്ട് ഇല്ലേ? നമ്മുടെ നാട്ടിൽ ബീഫ് കഴിക്കുന്നതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബീഫ് മേള നടത്തിയ ഒരു സർക്കാരാണ്, പിന്നെ പാർട്ടിയാണ് ഇവിടുത്തെ CPM എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് അത് സ്വീകാര്യവും മറ്റേത് അസ്വീകാര്യവുമാകുന്നത് എങ്ങനെയാണ്? അപ്പോൾ ജനാധിപത്യത്തിൽ വിയോജിക്കാനുള്ള ഏറ്റവും വലിയ അവകാശമുള്ള ഒരു ജനതയാണ് നമ്മുടേത്. അപ്പോൾ അവിടെ നിങ്ങൾ ഈ തരത്തിൽ ഷാജൻ സ്കറിയയെ പോലൊരു മാധ്യമപ്രവർത്തകനെ നിങ്ങൾ കായികമായി നേരിടുകയും അയാളെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല. നമ്മൾ വലിയ വിപ്ലവവും വലിയ ജനാധിപത്യവും പറയുന്ന ഒരു സംസ്ഥാനമാണ് ഇല്ലേ? എല്ലാവർക്കും തുല്യ അവകാശം ഉണ്ടെന്നൊക്കെ പറയുകയും ചെയ്യുന്നവരാണ് ഇത്തരത്തിൽ നേരിടുന്നത്. അപ്പോൾ അതിനെ ഒരിക്കലും യോജിക്കാൻ കഴിയത്തില്ല. അത് ചെയ്തത് തെറ്റാണെന്ന് പോലും പറയാനുള്ള മാന്യത ഇതുവരെയും ഈ ഭരിക്കുന്ന പാർട്ടിയോ പിന്നെ ഈ കൊല്ലാൻ ശ്രമിച്ചവരെ തള്ളി പറയാൻ പോലും ഇതുവരെയും CPM ശ്രമിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഈ പിന്നെ പ്രതികളായി നിൽക്കുന്നവർക്കെല്ലാം തന്നെ CPM-മായി ബന്ധമുള്ളവരും അവരറിയപ്പെടുന്ന CPM പ്രവർത്തകരുമാണ്. അതെന്തുകൊണ്ടാണ് പാർട്ടി തള്ളി പറയാൻ തയ്യാറാവാത്തത്? അവർ ചെയ്തതിനെ നിങ്ങൾ അംഗീകരിക്കുകയാണോ? അല്ലല്ലോ, അംഗീകരിക്കുന്ന ഒരവസ്ഥയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെല്ലാം ഇപ്പോഴും അവർക്കെല്ലാം സഹായം ചെയ്തു കൊടുക്കുന്ന പോലെ ഇവർക്കും ചെയ്തു കൊടുക്കുമെന്നാണോ നമ്മൾ കരുതേണ്ടത്? അതൊരിക്കലും ഒരു എന്താ പറയുക, നിയമവ്യവസ്ഥ നടക്കുന്ന ഒരു നാട്ടിൽ അതൊരിക്കലും ശരിയായ ഒരു ഭരിക്കുന്ന സർക്കാർ അത്തരത്തിലുള്ള സ്വീകരിക്കുന്ന നിലപാടുകൾ നമ്മുടെ ജനാധിപത്യത്തെ തളർത്തുന്നതാണ്. ഇതുതന്നെയാണ് കേന്ദ്രം ഭരിക്കുന്നവർ ചെയ്യുന്നതെന്ന് നിങ്ങൾ ആരോപിക്കുന്നത് ഇല്ലേ? അവർ ചെയ്യുന്നതെല്ലാം തെറ്റും നിങ്ങൾ ചെയ്യുന്നത് ശരിയുമാകുന്നത് എവിടെയാണ്? അതേ പ്രവർത്തികൾ തന്നെ രണ്ടു കൂട്ടരും ചെയ്യുന്നത്. അതാര് ചെയ്താലും മാധ്യമ സ്വാതന്ത്ര്യം വേണം, മാധ്യമ സ്വാതന്ത്ര്യം നടപ്പിലാക്കണമെന്നൊക്കെ പറഞ്ഞ് ഘോരം പ്രസംഗിക്കുന്ന പാർട്ടികളിൽപ്പെട്ടവരാണ് ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരെ തല്ലി ഒതുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അത് ഒരിക്കലും പിന്നെ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമില്ല. മാധ്യമ സ്വാതന്ത്ര്യത്തിനകത്ത് ലോകത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യമായിട്ടാണ് ഇന്ത്യ വരുന്നത്. അതൊക്കെ ഇതിനകത്തെല്ലാം ഇതും പെടും. ഏതാ? മാധ്യമപ്രവർത്തകരെ നിങ്ങൾ തല്ലി ഒതുക്കുന്നതും കള്ളക്കേസിൽ കുടുക്കി അവരെ പിന്നെ ജയിലിലാക്കാൻ ശ്രമിക്കുന്നതും എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഈ ഷാജനെതിരെ എടുത്ത് ഒരു കേസുകൾ പോലും പിന്നെ തെളിയിക്കാനോ പിന്നെ കുറ്റപത്രം കൊടുക്കാനോ ഇതുവരെ കഴിഞ്ഞില്ല. 100-120 കേസുകൾ എടുത്തിരിക്കുക. അപ്പം കോടതി അയാളുടെ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു പോലും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇതിനെയൊക്കെയാണ് നിങ്ങൾ ജനാധിപത്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ജനാധിപത്യമല്ല. അപ്പം സർക്കാർ, ഒരു ഭരിക്കുന്ന സർക്കാർ എന്നുള്ള നിലയിൽ ജനാധിപത്യ സംവിധാനങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള പിന്നെ ബാധ്യതയുണ്ട്. അതിനുള്ള ചുമതലയാണ് ജനങ്ങൾ അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ചെയ്യാതെ നിങ്ങളുടെ വിയോജിപ്പുകൾ നിങ്ങൾ തല്ലി തീർക്കുകയും കൊന്നു തീർക്കുകയും ചെയ്യുന്നതിന് ഒരു തരത്തിലും യോജിക്കാൻ കഴിയത്തില്ല.